ബിഗ് ബോസിലൂടെ പ്രശസ്തനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അടുത്തിടെ നടത്തിയ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ ഭീഷണിയും അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവുമാണ് ഈ ന്യൂസിൽ വിശദീകരിക്കുന്നത്. കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ സംഭവത്തെ വിലയിരുത്താം. BJPയെ പരസ്യമായി പിന്തുണച്ചതിന് പിന്നാലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഒരു ഭീഷണി ഫോൺ കോൾ ലഭിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ വിളിച്ചയാളെ തിരികെ വിളിച്ച് ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ആ സംഭാഷണം പരസ്യമാക്കുകയും ചെയ്തു. സംഭവങ്ങളുടെ തുടക്കം ഡോക്ടർ റോബിന്റെ ഭാര്യയുടെ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള ഫോൺ നമ്പറിലേക്ക് വന്ന ഒരു കോളിലൂടെയാണ്. ഫോൺ എടുത്ത സ്റ്റാഫിനോട് വിളിച്ചയാൾ റോബിന്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുകയും റോബിന്റെ അടിയന്തരമാണ്, അവനോട് സൂക്ഷിച്ചോളാൻ പറയണം എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിവരമറിഞ്ഞ ആ ഡോക്ടർ റോബിൻ ഒട്ടും വൈകാതെ ആ നമ്പറിലേക്ക് തിരികെ വിളിക്കുകയായിരുന്നു. ആ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം. ഫോൺ വഴിയുള്ള ഭീഷണിക്ക് മുൻപ് തന്നെ ഡോക്ടർ റോബിന്റെ രാഷ്ട്രീയ നിലപാടിനെ ചൊല്ലി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻതോതിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഈ ഓൺലൈൻ പ്രതികരണങ്ങളാണ് പിന്നീട് വ്യക്തിപരമായ ഭീഷണികളിലേക്ക് നയിച്ചത്. വിവാദങ്ങളുടെ തുടക്കം ഡോക്ടർ റോബിൻ BJP നേതാവായ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമുള്ള ഒരു ചിത്രം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചതോടെയാണ്. ഈ പോസ്റ്റിന് താഴെ അദ്ദേഹം സംഘി, ചാണകം എന്നിവയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതിന് മറുപടിയായി ഡോക്ടർ റോബിൻ ഒരു വീഡിയോയിലൂടെ തന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കി. അതെ, ഞാൻ സംഘിയാടാ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഓൺലൈൻ ചർച്ചകളെ കൂടുതൽ സജീവമാക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വ് ഉറപ്പിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് നേരെ നേരിട്ടുള്ള ഭീഷണി ഉണ്ടാകുന്നത്. ഭീഷണിക്ക് വഴങ്ങുന്നില്ലെന്ന് മാത്രമല്ല, ഈ വിവാദത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഡോക്ടർ റോബിന്റെ തന്ത്രപരമായ നീക്കമായിരുന്നു തുടർന്ന് അദ്ദേഹം പുറത്തുവിട്ട വീഡിയോ. തനിക്ക് നേരെ നടക്കുന്ന ഭീഷണികൾക്കും അധിക്ഷേപങ്ങൾക്കും വ്യക്തമായ ഒരു മറുപടി നൽകാനും ഭാവിയിൽ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനും അദ്ദേഹം ഇതിലൂടെ ലക്ഷ്യമിട്ടു. ഡോക്ടർ റോബിന്റെ ഈ വ്യക്തിപരമായ പ്രതികരണം കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾക്ക് വഴി തുറക്കും. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ സംഭവം കേവലം ഒരു വ്യക്തിയുടെ അനുഭവമായി ഒതുങ്ങുന്നില്ല. കേരളത്തിന്റെ നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയും സാമൂഹിക മനോഭാവത്തെയും കുറിച്ചുള്ള ചില സുപ്രധാന നിരീക്ഷണങ്ങൾ ഇത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംഘി പോലുള്ള പ്രയോഗങ്ങൾ ഒരു കാലത്ത് ആളുകളെ അപമാനിച്ച് നിശബ്ദരാക്കാൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ ശക്തി ക്ഷയിച്ചതായി വിലയിരുത്തപ്പെടുന്നു. BJPയുമായി യാതൊരു ബന്ധമില്ലാത്തവർ പോലും പ്രകോപനം ഉണ്ടാക്കുമ്പോൾ അതേ ഞാൻ സംഘിയാണ് എന്ന് വെല്ലുവിളിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത് രാഷ്ട്രീയ സംവാദങ്ങളിലെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. BJP കേരളം ഭരിക്കുമെന്നതിനെ ഒരു സ്വപ്നം മാത്രമായി തള്ളിക്കളഞ്ഞ ഫോൺ കോൾ വിളിച്ചയാളുടെ നിലപാടിനെ പാർട്ടിയുടെ ചരിത്രപരമായ പാർലമെന്റിൽ 2 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഒരു നാൾ രാജ്യം BJP ഭരിക്കുമെന്ന മുദ്രാവാക്യം പരിഹസിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ന് അതേ പാർട്ടി തുടർച്ചയായി ഇന്ത്യ ഭരിക്കുന്നു. അതുപോലെ കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതും തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ ചരിത്ര വിജയമെല്ലാം മുൻപ് അസാധ്യമായി കരുതിയിരുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ്. പലപ്പോഴും സ്വപ്നം എന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ പിന്നീട് സംഭവിച്ച ഈ ചരിത്രമാണ്. നിലവിലെ രാഷ്ട്രീയ പ്രസ്താവനകളെ വിലയിരുത്തുമ്പോൾ കണക്കിലെടുക്കേണ്ടതാണെന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സംവാദങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ എത്രത്തോളം തീവ്രവും സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്.